ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എത്ര ചുക്കിച്ചുളിഞ്ഞ കാലിനായാലും നമുക്ക് എങ്ങനെ നല്ല രീതിക്ക് കൊണ്ടുവരാമെന്നുള്ള ലൈവ് വീഡിയോ ആണ്. ഇതാണ് നമ്മുടെ കാലിൻ്റെ ഫസ്റ്റത്തെ ഒരു സിറ്റുവേഷൻ കേട്ടോ. അതിനെയാണ് നമ്മൾ നല്ല രീതിക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ചുക്കിച്ചുളിഞ്ഞ കാലായാലും നമുക്ക് നേരെയാക്കി എടുക്കാവുന്ന ഒരു കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുറച്ച് നേരം കാലിൽ നമ്മൾ വെക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിനൊന്ന് കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നഖങ്ങളൊക്കെ നെയിൽ പോളിഷൊക്കെ ഉണ്ടെങ്കിൽ അത് കളഞ്ഞ് നഖങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ച് കാലിനൊന്ന് മസാജ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറുവക ചൂടുവെള്ളത്തിൽ വേണം കാല് വെക്കാനായിട്ട്. തിളച്ചതിലൊന്നും കൊണ്ടുപോയി കാല് വെക്കരുത്. നല്ല രീതിക്ക് മസാജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വിരലുകളും പിടിച്ച് മസാജ് കൊടുക്കണം. അതുപോലെ തന്നെ വിരലുകളുടെ ഇടയിലൊക്കെ നമ്മൾ കൈ വെച്ചിട്ട് നല്ല രീതിക്ക് മസാജ് കൊടുക്കുക. കാലിൻ്റെ അടിയിലും നല്ല രീതിക്ക് പ്രസ് ചെയ്ത് മസാജ് കൊടുക്കണം കേട്ടോ. വെറുതെ നമ്മൾ വെളിച്ചെണ്ണ തേച്ചുകൊണ്ട് കാര്യമില്ല. എന്നാൽ തന്നെയാണ് നമുക്ക് വിചാരിച്ച ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ ഡെയിലി നമ്മുടെ കാലുമ്മ തേച്ചാൽ തന്നെ നമുക്ക് ആ ചുളിച്ചിലുകൾ പരമാവധി കുറയ്ക്കാനായിട്ട് പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാല് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് നമ്മുടെ കാലിനാണ്. കാലില്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞല്ലോ. പിന്നെ നമുക്ക് അതിന് ശേഷം നമ്മളൊരു പാക്ക് തയ്യാറാക്കണം. അതിലേക്ക് ആദ്യം നമ്മൾ അരിപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞതിന് ശേഷം കാപ്പിപ്പൊടി, പിന്നെ പഞ്ചസാര പൊടിച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ. അത് 2 തരം ബേക്കിംഗ് സോഡ ഉണ്ട്. കാലിന് ഉള്ളതെന്ന് പ്രത്യേകിച്ച് ചോദിച്ച് വാങ്ങണം കേട്ടോ. പിന്നെ നമ്മൾ ഒരു പകുതി ഷാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതി ചെറുനാരങ്ങ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി നീരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പകുതി ചെറുനാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കുക. പിന്നെ വീണ്ടും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. വെളിച്ചെണ്ണ ഒഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണയാണ് ഏറ്റവും നമുക്ക് കാലിന് ബെസ്റ്റ്. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കാലുമ്മ ആദ്യം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പകുതി ചെറുനാരങ്ങയുടെ മുറിയോടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, നീര് പിഴിഞ്ഞിട്ട്, അതുകൊണ്ട് നല്ല രീതിക്ക് ഒരു സ്ക്രബിങ്ങും മസാജൊക്കെ പോലെ കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബ്ലീച്ചിങ്ങിൻ്റെ എഫക്റ്റ് കൂടി നമുക്ക് കിട്ടും. നമ്മൾ പിന്നെ കൈ കൊണ്ടാക്കുമ്പോൾ ഒരു എയിം ഉണ്ടാവില്ല നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് നമുക്കൊരു റിക്വസ്റ്റഡ് വീഡിയോ വന്നിട്ടുള്ളതാണ്. ഞാൻ ആ കാലിൻ്റെ വീണതിന് ശേഷം നമ്മൾ കാലുമേലേക്ക് അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. അതിന് ശേഷം നമ്മൾ എടുക്കുന്നതാണ്. ഇടത്തെ കാലിന് ഇപ്പോഴും എനിക്ക് അവിടെ ഒരു നീര് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ നടക്കാനൊന്നും കുഴപ്പമില്ല. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ് നേരം നമ്മുടെ കാലും അത് കിടന്നോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ചൂടുവെള്ളം വെക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ഈ ഒരു പാക്കെങ്കിലും മാത്രം നിങ്ങൾ ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പോഴും നമ്മുടെ കാലിനെ നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. പക്ഷേ ചൂടുവെള്ളം നമുക്ക് കാലിന് ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. അത് ഉപ്പിട്ടിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കാലിന് എന്തെങ്കിലും വേദനകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പോകാനൊക്കെ ആയിട്ട് ചൂടുവെള്ളമൊക്കെ നല്ലതാണ്. ഒരു 20 മിനിറ്റ് ശേഷം നമ്മൾ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാലിൻ്റെ ഒരു മാറ്റം നിങ്ങൾ നോക്കി നോക്കിയേ. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റത്തെ നമ്മുടെ കാലും ഇപ്പോഴത്തെ ഒരു കാലിനുള്ള ചേഞ്ച് കണ്ടു. നല്ല രീതിക്ക് തന്നെ വൃത്തിയാക്കി വന്നിട്ടുണ്ട്. ചുളിവുകളും പെട്ടെന്ന് മാഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള നൈറ്റ് ക്രീമാണ്. അതിപ്പോൾ പകൽ തേച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നൈറ്റിൽ നമ്മളിത് തേച്ചിട്ടിട്ട് ഒരു സോക്സ് ഇട്ട് കിടക്കുകയാണെങ്കിൽ കാല് നല്ല ഭംഗിയാക്കി കൊണ്ടുവരാനായിട്ട് പറ്റും. ഒരു ചുളിച്ചിലും ഉണ്ടാവില്ല. നമുക്ക് 2 ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റങ്ങൾ അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഈ പാക്ക് ഇട്ടപ്പോൾ തന്നെ നമ്മുടെ റിസൾട്ട് അടിപൊളിയാണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇനി ചോദിക്കുകയാണെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ ബൈ.